പ്രഭാത സവാരിക്കടക്കം ഇനി കൂടുതൽ കരുതലെടുക്കേണ്ടതുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 3 മണി വരെ കൂടുതൽ ശ്രദ്ധ വേണം. കോട്ടയം ജില്ലയൊക്കെ ഒരു രക്ഷയില്ലാത്ത ചൂട്, അവിടെ നിൽക്കാൻ പറ്റൂല. അങ്ങനെ നമ്മൾ ഇതായിപ്പോവും, ടയർഡായിപ്പോൾ. ഒരു അരമണിക്കൂർ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ ടയർഡായിപ്പോവും. പിന്നെ പാലക്കാട് ജില്ലയാണെങ്കിൽ പകൽ ഒരു രക്ഷയില്ല. വെളുപ്പാൻ രാവിലെ നല്ല തണുപ്പുണ്ട്, പക്ഷേ 8 മണി മുതൽ അങ്ങോട്ടേക്ക് നല്ല ചൂടാണ്. മുൻപ് സൂര്യാഘാതം മാത്രം പേടിച്ചാൽ മതിയായിരുന്നുവെങ്കിൽ ഇനി അർബുദമടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന അൾട്രാവയലറ്റ് രശ്മികളെ കൂടി കരുതിയിരിക്കണം. നമ്മൾ ഒരു 8 മണിയായപ്പോൾ വന്നു. 8 മണി തൊട്ടേ ഭയങ്കര ചൂട് തന്നെയാണ്. നമ്മൾ പിന്നെ നടന്ന് ക്ഷീണിച്ച് ഇപ്പോൾ ഇവിടെ ഈ തണലത്ത് ഒരു തണൽ കണ്ട് ഇവിടെ വന്നങ്ങ് ഇരുന്നതാണ്. മെയിൻലി വരുന്ന സൺസ്ക്രീമും കാര്യങ്ങളും മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പം അതെല്ലാം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അല്ലാതെ മോസ്റ്റ് പ്രോബബ്ലി വെള്ളം തന്നെയാണ് ഏറ്റവും ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി വെള്ളം കൂടുതൽ യൂസ് ചെയ്യുക. അവധിക്കാലമായതിനാൽ തന്നെ മൃഗശാലയിലും മ്യൂസിയങ്ങളിലും എത്തുന്നവർ തണലുള്ള ഇടങ്ങൾ തിരഞ്ഞെടുക്കുക. പുറത്തുനിന്നുള്ളവർക്ക് കൂടുതൽ വെയിലുള്ള സമയം തിരഞ്ഞെടുക്കാതിരിക്കുക. പുറം ഭാഗങ്ങളിൽ മ്യൂസിയങ്ങളുണ്ട്. നമുക്ക് പല മ്യൂസിയങ്ങളും ശീതീകരണം ഉൾപ്പെടെ ഉള്ളവയാണ്. അവ ഒഴിവാക്കേണ്ട കാര്യമില്ല. പക്ഷേ പരിസരം കൂടുതൽ വെയിൽ അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ അവർ തന്നെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കൂടുതൽ വെള്ളവും കുടിക്കുക. ത്വക്ക് രോഗത്തെ പോലെ തന്നെ അൾട്രാവയലറ്റ് രശ്മികൾ നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. മലമ്പ്രദേശങ്ങൾ, ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ എന്നിവിടങ്ങളിൽ പൊതുവെ UV സൂചിക ഉയർന്നതായിരിക്കും. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ഉയർന്ന UV സൂചിക ഉണ്ടാവാം. ഇതിനു പുറമെ ജലാശയം, മണൽ തുടങ്ങിയ പ്രതലങ്ങൾ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത്തരം മേഖലകളിലും UV സൂചിക ഉയർന്നതായിരിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചൂടുയരും. അതേപോലെ തന്നെ അന്തരീക്ഷത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ വികിരണ തോത് വരും ദിവസങ്ങളിലും കൂടി തന്നെ നിൽക്കുമെന്നുള്ളതാണ്. എന്തായാലും സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെ മുൻപോട്ട് പോവുക. ക്യാമറമാൻ MS സുജിത്തിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.